ഒരിക്കൽ പഴയ റിയൽ മാഡ്രിഡിൻ്റെ മിഡ്ഫീൽഡറായിരുന്ന കെസമീറോ പറയുകയുണ്ടായ കുറച്ച് വാക്കുകളുണ്ട്. റിയലിൻ്റെ കളി നിയന്ത്രിക്കുന്നതിൽ അവൻ ഏറ്റവും വലിയ മുൻപന്തിയിലാണ് നിൽക്കുന്നത്. ഒന്ന് സ്ലോ ആക്കണമെങ്കിലും ടോണി വിചാരിക്കണം, കളിയൊന്ന് ഫാസ്റ്റ് ആക്കണമെങ്കിലും ടോണി വിചാരിക്കണം. അവൻ വിചാരിക്കാതെ ഒരിക്കലും കളിയുടെ ഗതികൾ മാറ്റി നിർണ്ണയിക്കാൻ ആർക്കും കഴിയില്ല. ടോണിയാണ് മിഡ്ഫീൽഡിലെ എൻജിൻ. അവനാണ് റിയലിൻ്റെ കളിശൈലി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ വാക്കുകൾ എത്രമാത്രം ശരിയാണെന്ന് ആരാധകർക്ക് മനസ്സിലായ ദിവസമായിരുന്നു 2024 UCL സെമി ഫൈനലിൻ്റെ രാത്രി. ബയേണിൻ്റെ ഡിഫൻസിനെ എല്ലാം കബളിപ്പിച്ച് ടീമിനെയൊക്കെ കാഴ്ചക്കാരാക്കി ഒരൊറ്റ സെക്കൻഡ് നോട്ടത്തിലാണ് ടോണി ക്രൂസ് ആ പാസ് വിനീഷ്യസ് ജൂനിയറിന് നൽകുന്നത്. 80% ബോഡി റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്ന ഒരു നിമിഷമായിരുന്നു. നൊടിയിടയിൽ വിനിയെ കണ്ടെത്തുന്നു. ബയേണിൻ്റെ സകലമാന ഡിഫൻസിനെയും കാഴ്ചക്കാരാക്കിയിട്ട് അവർക്കിടയിലൂടെ ഒരു പന്ത് വിനയിലേക്ക് നൽകുന്നു. വിനി അത് ഫിനിഷ് ചെയ്യുന്നു. വാട്ട് എ ബോൾ എന്ന് ഫുട്ബോൾ ലോകം വാഴ്ത്തിപ്പാടിയ ഒരു നിമിഷമായിരുന്നത്. ഫുട്ബോൾ ആരാധകരെല്ലാം തലയിൽ കൈവച്ചൊരു നിമിഷം തന്നെ. ഇതാണ് ടോണി ക്രൂസ്. ഗ്രൗണ്ടിൽ ഏതൊരു താരത്തിൻ്റെയും ചിന്ത സഞ്ചരിക്കുന്നതിലും സ്പീഡ് അയാൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആകുന്നു എന്നുള്ളത് അയാളുടെ ഒരു പ്ലസ് പോയിൻ്റാണ്. ടോണി എന്ന് പറയുമ്പോൾ ഒരു തിരിച്ചുവരവിൻ്റെ നാമമായിട്ടാണ് തോന്നാറ്. കാരണം ലോകത്ത് ഏതൊരു ഫുട്ബോൾ പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ രാജ്യാന്തര കരിയറിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞാൽ, പടിയിറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് പാടുപെടേണ്ടി വരും പിന്നീട് ആ രാജ്യാന്തര ഫുട്ബോളിലേക്ക് തിരിച്ചു വരാൻ, പ്രത്യേകിച്ച് ജർമ്മനി പോലെയുള്ള നാഷണൽ ടീമിലേക്കൊക്കെ. ഇവിടെയാണ് തൻ്റെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഒരു മനുഷ്യൻ ജർമ്മൻ ഫുട്ബോളിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നത്. റിയൽ മാഡ്രിഡിൽ തകർത്താടിക്കൊണ്ടിരിക്കുന്ന ടോണി ക്രൂസിനെ ജർമ്മനി തിരിച്ചു വിളിക്കുന്നു. അദ്ദേഹം വന്ന ആദ്യ മത്സരത്തിൽ തന്നെ ഫ്രാൻസിനെതിരെ ഒരു വെടിച്ചിൽ അസിസ്റ്റ് നൽകുന്നു, അതും കളിയുടെ 10ാം സെക്കൻഡിൽ. ഒരിക്കൽ പൗൾ സ്കോൾസ്, യുണൈറ്റഡിൻ്റെയൊക്കെ ലെജൻഡായിട്ടുള്ള പൗൾ സ്കോൾസ് പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്, ടോണി കളിക്കുന്ന രീതിയിലാണ് ഞാനും കളിക്കാനായിട്ട് സൂക്ഷിച്ചിരുന്നത്, ഞാൻ അതുപോലെ കളിക്കാനായിരുന്നു ഇൻട്രസ്റ്റ് ആയിരുന്നത്. പക്ഷേ അവൻ്റെ കളി എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ്. സ്കോൾസിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് ടോണിയുടെ കളിശൈലി എങ്ങനെയായിരിക്കുമെന്ന്. ടോണി ഒരു കാമൻ കോയട്ടായിട്ടുള്ള ഒരു കളിക്കാരനാണ്. ഒരിക്കലും കളിക്കളത്തിൻ്റെ ഉള്ളിലോ പുറത്തോ വാക്കയറ്റത്തിനോ അതല്ലെങ്കിൽ തർക്കത്തിനോ ഒന്നും പോവാത്തൊരു കളിക്കാരൻ. അതിൻ്റെ വലിയ ഉദാഹരണം തന്നെയാണ് 2014 വേൾഡ് കപ്പ്. നിറഞ്ഞാടിയ ടോണി അധികമാരും പുകഴ്ത്തിപ്പെട്ടിരുന്നില്ല എന്ന് വേണം പറയാൻ. അതിലൊരു പരിഭവവും കാണിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു ടോണി ക്രൂസ് എന്ന് പറയുന്നത്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ടോണി ക്രൂസിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതായത് ജർമ്മൻ ഫുട്ബോൾ ഫുൾ ആഘോഷിക്കേണ്ട ഒരു സമയത്ത് എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോത്തിൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട്, ടോണി എവിടെ എന്നുള്ള ചോദ്യത്തിന്. ടോണി കുറച്ച് മൂലക്കുന്ന് മാറി നിന്നിട്ട് തൻ്റെ ബൂട്ടുകൾ വാഷ് ചെയ്യുന്നു, ബൂട്ടുകൾ റെഡിയാക്കി നിർത്തുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. തൻ്റെ പരിപാടി എന്താണോ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ മട്ടാണ് ടോണി ക്രൂസ് എന്ന് പറയുന്ന ആ ഒരു കളിക്കാരനുള്ളത്. തൻ്റേതായ രീതികളിൽ സന്തോഷം കണ്ടെത്തിയിട്ടുള്ള ഒരു കളിക്കാരനാണ് ടോണി ക്രൂസ് എന്ന് പറയുന്നത്. ഇത് കളിക്കളത്തിൻ്റെ അകത്തായാലും പുറത്തായാലും അയാൾ പിന്തുടരുന്ന ഒരു ശൈലി തന്നെയാണ്. ചെറുപ്പത്തിൽ അച്ഛനോടൊപ്പം പരിശീലനത്തിന് പോകുമ്പോൾ ടോണി പറയുമായിരുന്നു, അച്ഛാ എനിക്ക് നല്ല ഒരു മിഡ്ഫീൽഡർ ആവണമെന്ന്. ഈ ഒരൊറ്റ വാക്കുകളിൽ നിന്നും ആ അച്ഛൻ തൻ്റെ മകനെ ബോൾ കൺട്രോളിങ് പഠിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മൾ കാണുന്ന ടോണി ക്രൂസിൻ്റെ പിറകിലെ ഒരു അച്ഛൻ്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടെന്ന് ആലോചിക്കണം. അയാളുടെ കൃത്യമായ പാസിന് ബോൾ കൺട്രോളിങ് അത്യാവശ്യമാണ്. ഇതെല്ലാം മുമ്പേ കണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആദ്യം തന്നെ ടോണിയെ പഠിപ്പിക്കാൻ ആരംഭിക്കുന്നത് തൻ്റെ കാലുകളിൽ പന്ത് ഒതുക്കി പിടിക്കാനുള്ള ബോൾ കൺട്രോളിംഗ് ആണ്. ടോണി അത്ര വലിയ സ്പീഡുള്ള പ്ലെയറാണോ? അല്ല. അത്ര വലിയ ഡ്രിബ്ലിംഗ് കഴിവുള്ള പ്ലെയറാണോ? അതുമല്ല. വലിയ ഫിറ്റ്നസ് ഉള്ള പ്ലെയറാണോ? അതുമല്ല. അദ്ദേഹം നല്ല ബോൾ കൺട്രോളിംഗ് ഉള്ള ഒരു പ്ലെയറാണ്. അതിലുപരി കൃത്യമായ വിഷനുള്ള ഒരു പ്ലെയറാണ്. വെടിയുണ്ടകൾ പോലത്തെ പോസ്റ്റിലേക്ക് നിറയൊഴിക്കാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് ടോണി ക്രൂസ് എന്ന് പറയുന്നത്. ഇതിലൊക്കെ ഉപരി ടോണിയുടെ ഭാഗത്തു നിന്നും വരുന്ന സെറ്റ് പീസുകളൊക്കെ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഏതൊരു ആംഗിളിൽ നിന്നും ചിലപ്പോൾ ഗോൾ നേടാൻ കഴിവുള്ള ഒരു താരം തന്നെയാണ് ടോണി ക്രൂസ് എന്ന് പറയുന്നത്. സ്വീഡനെതിരെ 0 ആംഗിളിൽ നിന്ന് ഗോൾ നേടിയതൊക്കെ ചരിത്രത്തിൽ ഇന്നും കുറിക്കപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. പവർഫുൾ ഷോട്ടുകൾ കൊണ്ട് ഇന്നും കളം നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. അതും റിയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ക്ലബിൽ യൂത്ത് താരങ്ങളൊക്കെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലബിൻ്റെ മിഡ്ഫീൽഡിലെ മെയിൻ താരമായി മാറുക എന്ന് പറയുമ്പോൾ അതൊക്കെ വലിയ നേട്ടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോട്ടിംഗ് മെൻറ്റാലിറ്റിയൊക്കെ നമ്മൾ നോക്കേണ്ടത് തന്നെയാണ്. കാരണം എവിടെയാണോ ലക്ഷ്യം വെക്കുന്നത്
കൃത്യമായിട്ട് അവിടെ തന്നെ അത് നിക്ഷേപിക്കുക തന്നെ ചെയ്യും. അതാണ് ടോണി ക്രൂസ്. വളർന്നു വരുന്ന ഏതൊരു ഫുട്ബോൾ ആരാധകൻക്കും അല്ലെങ്കിൽ ഫുട്ബോൾ പ്ലെയറിനും കൂടുതൽ മെച്ചം വരുന്ന ഒരു കാര്യം തന്നെയാണ് ടോണി തൻ്റെ ലൈഫിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണെന്നല്ലേ, ഒരു മാച്ചിന് ഇറങ്ങുന്നതിന് മുമ്പ് തൻ്റെ ബൂട്ട് വൃത്തിയായില്ലെങ്കിൽ ടോണിക്ക് കളിക്കാൻ ഒരു അസ്വസ്ഥത കാണിക്കാറുണ്ട്. മത്സരശേഷം സ്വന്തം ബൂട്ടുകൾ കഴുകി വെക്കുന്നത് നമ്മൾ ഒരുപാട് വീഡിയോകളിൽ കണ്ടതാണ്. ഇത്രക്കും ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ഫുട്ബോൾ പ്ലെയറാണ് ടോണി ക്രൂസ് എന്ന് പറയുന്നത്. യെസ്, ഇത് ജർമ്മൻ മെയ്ഡ് സ്നൈപ്പർ ടോണി ക്രൂസ്.